Assalamualaikum. Hi friends. Welcome back to my channel Journeys of Life. അപ്പോൾ ഇന്ന് ഞാനൊരു ഈസിയും സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നത്. ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഇനി ആരും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാനോ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാതിരിക്കേണ്ട, കാരണം വളരെ ഈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൺ അമർത്തുക, അതിൽ ഓൾ തന്നെ അമർത്തുക, എന്നാൽ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ സാധാരണയായിട്ട് കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കാറ്, അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ നേരിയതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സവാള നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരക്കുന്നതോട് ഒന്നിച്ച് തന്നെ ചെറിയ ജീരകവും വലിയ ജീരകവും ഒന്നിച്ച് അരച്ചിട്ടുണ്ടായിരുന്നു, അതിൽ മിക്സ് ആക്കിയിട്ട്. എന്നിട്ട് ഞാനിവിടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ പച്ച ചുവയൊക്കെ പോയതിന് ശേഷം ഞാൻ തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ചെയ്യുന്നത്. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം മൂടി വെക്കുന്നുണ്ട്. നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. ½ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ 2 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ 1.5 സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസസ് ഓരോന്നായി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനൊരു സ്പൂണ് തൈര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 1/4 ഗ്ലാസോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് എനിക്ക് ബിരിയാണി മസാല ഇടാൻ മറന്നുപോയി, അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ ബിരിയാണി മസാലയും കുറച്ച് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്.
ബിരിയാണി മസാല റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ചോറിൻ്റെ പണി നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് തനിമ റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഒരു 10 മിനിറ്റേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഞാനതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഉള്ളി എടുത്തിട്ട് സവാള എടുത്തിട്ട് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനും ദമ്മിടുമ്പോഴത്തേക്ക് കുറച്ചിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ആദ്യം ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കാഷ്യൂവും അങ്ങനത്തെ പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒക്കെ വറുത്ത് കോരിയ എണ്ണയിലേക്ക് തന്നെ ഞാനിവിടെ കുറച്ച് പട്ടയും ഗ്രാമ്പുവും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ സവാളയും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. കാഞ്ഞു പോകാതെ സൂക്ഷിക്കുക. എന്നിട്ട് ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തത്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഒരു ചെറിയൊരു നാരങ്ങ കൂടി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പ് നോക്കുക. അപ്പം ഉപ്പ് തികഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ 10 മിനിറ്റോളം ചെറിയ തീയിൽ വെക്കുക ചെയ്യുന്നത്. നന്നായിട്ട് പകുതിയോളം വെന്ത് കിട്ടും. അതിനുശേഷമാണ് നമ്മൾ ബാക്കി പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. പകുതിയോളം വെന്തു. ഇനി കുറച്ചുകൂടി വേവാനുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ദമ്മിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല. അതിലേക്ക് തന്നെ ഞാൻ മസാല ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടായി. നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അല്ല, നിങ്ങൾക്ക് വെള്ളത്തോടെ ഇഷ്ടമാണെങ്കിൽ വെള്ളത്തോടെ എടുക്കുക. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് ഞാൻ ചോറ് കുറച്ച് സൈഡാക്കി വെച്ചിട്ടായിട്ട് അതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ചോറ് ഒന്ന് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഞാൻ ഡെക്കറേറ്റും ചെയ്തിട്ട് നമ്മൾ ദമ്മിടുക ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ പുതിനയില ഉണ്ടെങ്കിൽ പുതിനയില കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. ഞാൻ മല്ലിയിലയും
നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച സവാളയും അണ്ടിപ്പരിപ്പൊക്കെ മേലിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് റോസ് വാട്ടർ ഒഴിക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദമ്മിടുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റോളം ദമ്മിടുക. എന്നിട്ട് തുറക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ആരും എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്മാറൊന്നും വേണ്ട. വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിയിലും മറ്റു സുഹൃത്തുക്കൾക്കും എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ ബൈ.